ഹൈ ഗോൾഡിൻ്റെ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം കാണാൻ പോയി. 10-ാം തീയതിയാണ് ഏറ്റവും വലിയ ഉത്സവം. അന്ന് ഞങ്ങളത് കാണാൻ പോയി. അപ്പോൾ ഞാൻ ചുമ്മാ ഇന്നൊരു വീഡിയോ പിടിച്ചു. ഞാൻ കണ്ട ഉത്സവമാണിത്. എനിക്ക് ഇത്രയ്ക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ അമ്പലത്തിനകത്തൊക്കെ ഞാൻ കയറിയിട്ടില്ല. എൻ്റെ കുഞ്ഞുനാളിലെയൊക്കെ അമ്പലത്തിലെ നടുക്കൊരു ഇലഞ്ഞിമരം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇലഞ്ഞിമരത്തിലെ പൂ പെറുക്കാനായിട്ട് പൂവുണ്ടാകുന്ന സമയത്ത് ഇലഞ്ഞിമരം എടുത്ത് അവിടെ അതിൻ്റെ പൂ പെറുക്കാനായിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഹിന്ദി കുട്ടികളൊക്കെ ആയിരുന്നു, പിള്ളേരൊക്കെ ആയിരുന്നു. അവർ പറഞ്ഞു എന്നോട് പേര് ചോദിച്ചെന്ന് വരികയിൽ ഹിന്ദുവിൻ്റെ പേര് പറയണം കേട്ടോ എന്ന്. അങ്ങനെ എനിക്ക് പേരും ഒക്കെ തന്നാണ് ഞങ്ങളത് പെറുക്കാൻ പോയത്. പക്ഷെ എന്നോടാരും പേര് ചോദിച്ചുമില്ല. ഞാൻ കൊച്ചായിരുന്നു, അതുകൊണ്ടായിരിക്കും. വലിയ പിള്ളേരൊന്നും അങ്ങനെ അമ്പലത്തിനകത്തൊന്നും കയറിയല്ല. ചെറുതായിരുന്നു, 1-ോ 2-ോ എങ്ങാണ്ട് പഠിക്കുന്ന സമയത്തായിരുന്നു. അങ്ങനെ ഞാൻ കയറി അതൊക്കെ കണ്ട്. കാണാനൊന്നുമില്ല. എന്നും മാല പോകുമ്പം അതിൽ നോക്കിയാൽ കാണാം പൂജാരി മണി അടിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എനിക്കാണ് അവിടെ രസമുള്ളതൊന്നുമില്ല, കുഞ്ഞു പിള്ളേരുടേതേ ഉള്ളൂ. എനിക്ക് കിളിക്ക് വേണോ? കൂട്ടുത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 12 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ ഓരോരോ നാട്ടിൽ നിന്നും ഓരോരോ സാധനങ്ങൾ എത്തിച്ചൊന്നുമില്ല. ഞാനൊന്നും നോക്കിയേ ഉള്ളൂ ആഘോഷിക്കുന്നത്. ഇതൊക്കെ എനിക്കുണ്ട്, ഇല്ലാത്തതെല്ലാം ഉണ്ടോന്നാണ് നോക്കുന്നത്. അത് കാണാനകത്തോട്ടൊന്നും ഞങ്ങൾ കയറില്ല. എഴുതി വെച്ചിരിക്കുന്നു കാഴ്ചകളൊക്കെ കണ്ട്, ഇതുപോലെയൊക്കെ ഉള്ള കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ ഇതിങ്ങനെ പോകുന്നതൊക്കെ കാണാം. നമ്മുടെ വീടിൻ്റെ വാർക്കക്കടയൊക്കെയാണ് നെയ്യും കൊണ്ട് പോകുന്നതും അരിയും കൊണ്ട് പോകുന്നതും കാളമാരെ പണ്ടേ കാലത്തൊക്കെ അങ്ങനെ കാളമാരെയും കൊണ്ടൊക്കെ പോകുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാളമാരെയൊന്നും അങ്ങനെ കാണുന്നില്ല. പക്ഷേ ആചാരപ്രകാരം 1-2 കാളയന്മാരെയൊക്കെ കൊണ്ടുപോകും എന്നൊക്കെ ഉള്ളത്. എന്നാലും അന്നത്തെ പോലെ തന്നെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം അന്നത്തെ പോലെ തന്നെ. പിന്നെ തൊട്ടിലാട്ടം മുതൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം അത് വേറെയുണ്ട് ഇഷ്ടം പോലെ. അങ്ങോട്ടൊന്നും ഞങ്ങളൊന്നും പോയില്ല. അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് താല്പര്യം തോന്നുന്നില്ല. വലിയൊക്കെ ഒന്ന് വട്ടം കറങ്ങി ഇതൊക്കെ ഒന്ന് കണ്ടു കേട്ട് ഞങ്ങൾ വേണം. ഹലോ സുഹൃത്ത്, ഇതൊരു പരസ്യവാചകമല്ല, യാഥാർത്ഥ്യമാണ്. വന്നോളൂ, കാണൂ ഈ ഉൽപ്പന്നങ്ങൾ. വേണ്ടേ? ഇഷ്ടപ്പെട്ട കളർ എടുത്തോ. പക്ഷെ നീ എന്തിൻ്റെ കൂടെ ഇടാനാ? ചുമ്മാ അങ്ങ് ഇട്ടണം. പൊട്ടുവോ? പാകം. എത്ര റേറ്റ്? ഇഷ്ടമുള്ള സാധനം എടുക്കാന്നുള്ളതല്ലേ, റേറ്റ് നോക്കണം. അതൊരു മിനിമം വെക്കണ്ടേ? എത്ര എണ്ണ? 12 സെറ്റ്. കുപ്പിയല്ല, പ്ലാസ്റ്റിക്കാ. ഇല്ല, പ്ലാസ്റ്റിക്കാ. ഇത് കൊള്ളാൻ തെളിവ് വേണ്ടേ? പക്ഷെ അത് വലുതാണോ? വലുതാ. ആ, ഇച്ചിരൂടെ ചെറുതുണ്ടോ നോക്കാം. ഇതിനകത്ത് പോയി എന്നാ
പഴയ മോഡലാണ്. ഇത് മതി, കളറ് എനിക്ക് അത് സാരമില്ല. ഇങ്ങനെ കണ്ടപ്പോൾ ഒരു തോന്നില്ല, ഒരു പൊടി പിടിച്ചിട്ടുള്ള പോലെ. വേണ്ട, ബ്ലാക്ക് ഒന്നുമില്ല. ഇനിയുണ്ട്. വാ, അവിടെ വെച്ചാൽ അവിടെ പോയി. അതിനകത്ത് വെച്ചേ. ആ പഴക്കൊല ഒന്ന് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ആ പഴക്കൊല അത് മേടിക്കുന്നില്ല. ഇല്ല, അതെരിയല്ല. ഇത് പിടി, അത് നീ കാണുന്നില്ല. 60 10 തോണാണല്ലോ. എടുത്തോ, അപ്പോൾ എടുത്തോ. അല്ല, ഇതാക്കാം ഇവിടെ. മൊത്തം എടുത്തോ. എടുത്തോ എടുത്തോ. 30 രൂപയുള്ള പരിക്ക് വേണ്ട. ആ, തല വെച്ചിട്ട് പോലെ കേട്ടോ. അലുവ ഇല്ല, അലുവ അടിച്ചില്ല. ഇല്ല.